ഹലോ ഗൈസ്, എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പുറകെ കിടക്കുന്ന ഈ ഒരു TVS ജൂപ്പിറ്ററിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പുതിയതായിട്ട് എടുത്ത ഒരു സ്കൂട്ടറാണ്. അപ്പോൾ ഏകദേശം 1000 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ കറക്റ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു യൂസർ റിവ്യൂ, ഇതുവരെയുള്ള ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഉപയോഗിച്ച സ്കൂട്ടർ ഏതാണ്, ഇതിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതാണ് TVS ജൂപ്പിറ്റർ 110 എന്ന് പറയും. 113 cc ആണ്, FI ആണ്, E20 capable ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു പെട്രോൾ സ്കൂട്ടർ എടുക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ തിങ്ക് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു സാധനം എടുത്തത്. പക്ഷേ പാളിയിട്ടില്ല എന്നാണ് ഇതുവരെ ഉള്ള എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ കുറേ ആളുകൾ നെഗറ്റീവും പറയുന്നുണ്ട്, ചിലർ പോസിറ്റീവും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു, സൺഡേ ആണ്. അപ്പോൾ ഈ ഒരു കളറ് അത്യാവശ്യം ബുക്കിംഗ് പീരീഡ് വന്നിട്ടുണ്ട്. ബുക്കിംഗ് പീരീഡ് എന്നല്ല, വലിയ ടൈമൊന്നുമല്ല. എന്താ വെച്ചാൽ റെഡി സ്റ്റോക്കിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല ഈ ഒരു കളർ. അപ്പോൾ ഈ ഒരു കളറിന് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഈ കളറിന് മതി. അതായത് മാറ്റ് കളേഴ്സിനോട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. കാരണം ഈ ഒരു ബോഡി ഷൂ മേഖലയിൽ വർക്ക് ചെയ്തൊരു എന്തായാലും മാറ്റ് കളേഴ്സ് എടുക്കില്ല. അതായത് നമുക്ക് പൊതുവെ എനിക്കൊക്കെ മെറ്റാലിക്കിനോടാണ് എപ്പോഴും താല്പര്യമുള്ളത്. പിന്നെ ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും മെറ്റാലിക്കിനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്ത് തന്നെ. അപ്പോൾ ഇതിലുള്ളതിൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഇതിൽ കുറേ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോരോ കളികൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് TVS നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് അതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുറേ ജാമാക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. അപ്പോൾ ഇനി ഫ്രണ്ടിൽ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ലാമ്പൊക്കെ LED ആണ്. അപ്പോൾ ഈ ഒരു സ്കൂട്ടറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ പറയുകയാണെങ്കിൽ ഒരൊറ്റ സാധനം മാത്രം ഹാലജൻ ആയിട്ടുള്ളൂ, ബാക്കി മൊത്തം LED ആണ്. അതായത് ഇപ്പോൾ എല്ലാ വെഹിക്കിൾസിലും LED തന്നെയാണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞാൽ LED ഹെഡ് ലാമ്പ് ഉണ്ട്. പിന്നെ DRL വിത്ത് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ DRL ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് DRL ആണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് ആക്റ്റ് ആവും. അപ്പോൾ ഇവിടെ സാധനം ഇതാ ഈ ഒരു ലെവലിലാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ LED ആണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതേപോലെ LED തന്നെയാണ് വരുന്നത്. ഇതാ LED തന്നെയാണ്, കംപ്ലീറ്റ് LED ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. പിന്നെ ടൈൽ ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രത്യേക രസമാണ്. എനിക്ക് ഈ ജൂപ്പിറ്റർ ഓർമ്മ വരുമ്പോൾ എനിക്ക് വെർണയാണ് ഓർമ്മ വരിക. വെർണയുടെ DRLും ഇതിൻ്റെ ടൈൽ ലാമ്പും DRLൊക്കെ ഒരുപോലെ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ടൈൽ ലാമ്പ് സെക്ഷൻ എന്താണ്, ഇൻഡിക്കേറ്റർ സെക്ഷൻ എത്ര ഭാഗമാണ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ഓൺ ആകുമ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരൊറ്റ സാധനം മാത്രമേ ഒരു ഹാലജൻ കൊടുത്തുള്ളൂ. അതും കൂടി LED ആക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം പക്ക LED ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാ ഇവിടെ കാണുന്ന ഈ നമ്പർ പ്ലേറ്റിലേക്ക് ചെറിയ ചോട്ടാ ലാമ്പ് കാണുന്നുണ്ടറിയില്ല, അത് മാത്രം ഹാലജനുള്ളൂ ഞാനിതിൽ നോക്കിയതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ചേച്ചിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ മേടിച്ചത് തന്നെ. അപ്പോൾ ഇതിന് മുമ്പ് കയ്യിൽ 2013 മോഡൽ ഒരു ഹോണ്ട ഡിയോ ആയിരുന്നു, BS3 ആയിരുന്നു. അപ്പോൾ അത് കുറേ ഉപയോഗിച്ച് മടുപ്പ് വന്നപ്പോൾ കൊടുത്തതാണ്. ആ വെഹിക്കിളുകൊണ്ട് വേറെ കാര്യപ്പെട്ട കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ ഓടി ചടച്ചപ്പോൾ ജസ്റ്റ് ചേച്ചി ഒരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ ജൂപ്പിറ്റർ. ഇപ്പോൾ ജൂപ്പിറ്റർ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ഏതെടുക്കണം. ഞാൻ ഫാസിനോ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു, അതുപോലെ ജൂപ്പിറ്റർ ഓടിച്ചു നോക്കി, പുതിയ മോഡൽ ഡിയോ ഓടിച്ചു നോക്കി. പക്ഷെ എനിക്ക് ഒന്നുകൂടെ കംഫർട്ട് തോന്നിയത് ഈ ജൂപ്പിറ്ററാണ്. പിന്നെ ആക്സസിനോട് പിന്നെ എന്തോ തീരെ താല്പര്യമില്ലായിരിക്കും. ഞാൻ കുറേ പറഞ്ഞു നോക്കി, അതായത് കുറച്ചും കൂടി എനിക്ക് ഓടിക്കാനും കംഫർട്ടും കാര്യങ്ങളൊക്കെ ആക്സസാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ മതിയെന്ന് അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ TVSലേക്ക് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എടുത്തതുവരെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി പക്ക സ്മൂത്താണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ സർവീസും സെയിൽസ് ടീമിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ എനിക്ക് കുറേ ബാഡായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാ ഡീലർഷിപ്പ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. നമ്മളൊക്കെ എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് പോലും ചില ടൈമിൽ എടുത്തൊന്നും കിട്ടൂല. അതായത് നമ്മളെന്തെങ്കിലും വിളിക്കും, നമ്മളെന്തെങ്കിലും പറയുമ്പോൾ, അതേപോലെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഞാനിത് മേടിക്കുമ്പോൾ 1,19,000 ഫുൾ ആക്സസറീസ് അടക്കം വില വന്നത്. ഒരു ആക്സസറീസ് ഒരു ഇത് എന്താ പറയുക, ഇപ്പോൾ ഗിഫ്റ്റ് എന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ ഇന്നൊക്കെ പൈസ ആയിട്ടാണ് മേടിക്കുന്നത്. 1,19 എനിക്ക് മേടിക്കുമ്പോൾ വില വന്നിരുന്ന വണ്ടിക്ക്. പല ഡീലർഷിപ്പിലും പല വില മാറ്റമാണ്. ഞാൻ അപ്പോൾ അടുത്ത് തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് അവിടെ നിന്ന് എടുത്തത്. പക്ഷേ എനിക്ക് കുറേ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ
എനിക്ക് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഈ ടി വി എസ് ജൂപ്പിറ്ററിനോട് വലിയ ടി വി എസ് ജൂപ്പിറ്റർ അല്ല ടി വി എസിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തത്. ഇനിയിപ്പോൾ അടുത്ത തവണ ടി വി എസിന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ നിൽക്കൂല, ഞാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇനി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ LED ഹെഡ് ലാമ്പാണ്, ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഡിയോ ഉപയോഗിച്ചിരുന്നത്. ഡിയോ കാർബറേറ്റർ ആയിരുന്നു. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ FI ആണ്. അപ്പോൾ FI ആയിട്ട് ഇതിൽ വരുന്നത് E20 ക്യാപ്പബിൾ ആയിട്ടാണ്. നമ്മുടെ ഫ്യൂലിൻ്റെ E20 സപ്പോർട്ടാണ് ഫ്യൂലൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ ഇത് പുഷ് എന്ന് പറഞ്ഞെങ്കിൽ പുഷ് ലോക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇത് സീറ്റ് ഓപ്പണായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്യൂൽ ടാങ്ക് ജസ്റ്റ് ഓപ്പൺ ആയിത്തരാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡിയോയുടെ മെയിൻ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ ഈ സീറ്റ് നോക്കി അടിക്കണം. അപ്പോൾ സീറ്റ് നോക്കി പെട്രോൾ അടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനത്തെ ഒരു സ്കൂട്ടർ എന്തായാലും വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ ഫാസിനോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഫാസിനോ ആ ഫേസ് ലിഫ്റ്റ് പോലത്തെ ഷേപ്പ് ഇറങ്ങി, പക്ഷേ അതിന് ഒരു സുഖം കിട്ടണില്ല. എപ്പോഴും സീറ്റിൻ്റെ താഴെയാണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ മുന്നോട്ട് ചിന്തിക്കാതെ ഇപ്പോഴും സീറ്റ് പൊക്കിയിട്ടാണ് ഫ്യൂൽ അടിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയപ്പോൾ TVS ബെറ്ററാണ്. അപ്പോൾ ഫ്യൂൽ ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ കീഴിൽ തന്നെയാണ് മൊത്തം വരുന്നത്. ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുണ്ട്. പുഷ് ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് സംഭവം പറഞ്ഞത്. സീറ്റിൻ്റെ സ്റ്റോറേജാണ് മെയിൻ. അതായത് ടാങ്ക് ഇവിടെ അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജാണ്. രണ്ട് ഹെൽമെറ്റ് സുഖമായിട്ട് പോകും. ഇത്ര വലിയ ലാസ്റ്റ് സ്റ്റോറേജും കാര്യങ്ങളാണ് ഇതിന് വരുന്നത്. ഒരു ലേഡി യൂസിനൊക്കെ കണ്ണും പൂട്ടി എടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ ചോദിക്കും നമുക്ക് EV മേടിച്ചൂടെ. പക്ഷേ ഇവിടെ എന്താ വെച്ചെങ്കിൽ EVനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് EV മേടിക്കാത്തത്. പലരോട് ചോദിച്ചു. പക്ഷേ നമുക്കൊരു താല്പര്യം വേണ്ട ഒരു EV മേടിക്കുമ്പോൾ. എനിക്കെന്തോ പേഴ്സണലി ഒരു ഏതറൊക്കെ എടുത്താലൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ മോഡൽ എടുത്തത് തന്നെ. ഇപ്പോൾ TVSൽ EV ഉണ്ട്. പക്ഷേ ആ EV എനിക്ക് കാണാൻ തീരെ ഒരു ഇതുമില്ല, ഒന്നുമില്ല, ഒരു മെനില്ല. പിന്നെ ഇവിടെ നമ്മളെ ഒരു USB ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് കാര്യങ്ങൾ ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ സ്വിച്ചസൊക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ പാസിൻ്റെ സ്വിച്ചൊക്കെ വരുന്നത് കേട്ടോ. ഇതൊരു പാസ്സാണ് വരുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഹസാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹസാർഡിൻ്റെ ഒരു ഇത് വേണ്ട സിമ്പിൾ ഹസാർഡൊക്കെ നമുക്കിതിൽ വർക്ക് ചെയ്യാം. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ മീറ്റർ കൺസോൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 1885 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മീറ്റർ കൺസോൾ ഇങ്ങനെ കാണിക്കും ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി 55 എന്നൊക്കെ. നമുക്ക് എന്തായാലും ഒരു 50 ആ ലെവലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഡീസൻ്റായിട്ട് നല്ല രസത്തിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന സാധനം തന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആവറേജ് ഫ്യൂൽ എക്കോണമി 54 കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റാർട്ടാണ്, അതുകൊണ്ടാണ് ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നത്. അതായത് നമ്മളെ ചോക്കിലിട്ട പോലെ ആ ഒരു ഇതുണ്ടല്ലോ, FI ആയതുകൊണ്ട് ഓട്ടോ ചോക്ക് ഉണ്ട്. അപ്പോൾ അതിലാണ് ഒന്ന് സ്മൂത്താവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ടൈം കാര്യങ്ങൾ ഫ്യൂൽ റേഞ്ച് മൊത്തം ഡിജിറ്റലായിട്ട് തന്നെയാണ് മൊത്തം വരുന്നത്. ചെക്ക് എഞ്ചിൻ വാർണിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടും ഇൻഡിക്കേറ്ററിൻ്റെ സയൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ റേഞ്ച് ടൈം ട്രിപ്പ് A B കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത് തന്നെ ഒറ്റ ഫംഗ്ഷനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ലേഡി യൂസിനൊക്കെ പക്ക പെർഫെക്റ്റ് സാധനം എന്ന് ഞാൻ കണ്ണും പൊട്ടി ഞാൻ പറയും. ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കണ്ണും പൊട്ടി മേടിക്കാം. വേറെ വണ്ടി കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ 2-3 ആളുകൾ ഉപയോഗിച്ച് നമ്മളെ കൂടെ വർക്ക് ചെയ്യണം ഇതിനൊക്കെ ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ സാധനം എടുത്തത് തന്നെ. കാരണം നമുക്കിതൊരു സ്കൂട്ടർ എടുക്കാൻ പറയുമ്പോൾ ചില ഇതൊക്കെ അതായത് TVSൻ്റെ ഒക്കെ പണ്ടത്തെ ഒരു അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. പിന്നെ ചില ബ്രാൻഡ് ആക്സസൊക്കെ പലരും കംപ്ലൈൻറ്റോട് കുടുങ്ങിയിട്ട് ഇങ്ങനെ പറയണേക്കാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജൂപ്പിറ്റർ 110 കംപ്ലൈൻറ്റ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എടുത്തത് തന്നെ. ഇപ്പോൾ 2-3 ആളുകൾ പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഇത് എടുത്തത് തന്നെ. പക്ഷേ ആ ഒരു തീരുമാനം തെറ്റായി പോയെന്ന് ഞാൻ ഇതുവരെ ഞാൻ പറയില്ല. കുഴപ്പമൊന്നുമില്ല, നല്ല സ്കൂട്ടർ തന്നെയാണ്. പക്ഷേ ഈ റേഞ്ചിലുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റി മാത്രമേ ഇതിനുള്ളൂ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ വെയിറ്റ് കുറച്ച് കുറവ് തന്നെയാണ്. ഇപ്പോൾ ലേഡി യൂസിനാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറവുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സീറ്റും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഡ്രോബാക്ക് ഇറങ്ങിയ ഇവിടെയൊക്കെ മാത്രം മെറ്റലുള്ളൂ, ബാക്കി മൊത്തം ഫൈബറാണ്.
ഫ്രണ്ട് എല്ലാം ഫൈബറാണ്, ഇൻക്ലൂഡിങ് മഡ് ഗാർഡ് മാത്രം മെറ്റൽ, പിന്നെ ഈ ഒരു പീസ് ഫൈബർ, ഇതൊരു പീസ് ഫൈബർ, അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ കൂട്ടാൻ കുറേ ഗ്ലോസി ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടി വി എസ് കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കുറേ എന്ന് പറഞ്ഞാൽ കുറേ. ഈ ടി വി എസ് 125 ഒന്നുകൂടി സ്മൂത്തറായി തോന്നി ഇതിനെക്കാട്ടി, ഒരു ബട്ടറി ഫീലാണ് അത് ഓടിക്കുമ്പോൾ. ഇത് കുറച്ചും കൂടി 113 cc ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരു എന്തോ ഒരു ഇത്. അപ്പോൾ അതാണ് നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ടി വി എസ് എടുക്കുന്നവർ നിങ്ങൾ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വേരിയൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ഇവർക്കൊരു കളിയുണ്ട്. കാരണം വെച്ചാൽ ബേസ് മോഡലിൽ നമുക്ക് കിക്കർ ഉണ്ടാവും, കിക്കർ ഉണ്ടാവും ചെയ്യും നമുക്ക്. അപ്പോൾ അലോയ് വീൽ ഉണ്ടാവില്ല, ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവില്ല. തൊട്ട് മുകളിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അലോയ് വീൽ ഉണ്ടാവും, കിക്കർ ഉണ്ടാവും, അപ്പോൾ ഡിസ്ക് ബ്രേക്ക് അതിലുണ്ടാവില്ല. ഇനി ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അലോയ് വീൽ ഉണ്ടാവും, ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും, അപ്പോൾ ഇതാ ഇതിന് കിക്കറുമില്ല. അതാണ് അവസ്ഥ, അപ്പോൾ ഇതിന് കിക്കറില്ല. ഇതൊരു കളിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ നമുക്ക് എല്ലാം കൊടുത്തുകൂടെ, ഈ ഒരു പൈസ അല്ലേ. സംഭവം ഹൈബ്രിഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഹൈബ്രിഡിൻ്റെ ഫീലൊന്നും എനിക്ക് കിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെറ്റർ ഫാസിനോ ആണ്. ഫാസിനൊക്കെ അല്ല, അത്യാവശ്യം ഒരു 60-65 ഒക്കെ കണ്ണും പൂട്ടി കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ E20യുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിന് വല്ലാണ്ടൊന്നും ഇല്ല എന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ അതിൽ ഓക്കെയാണ് വണ്ടി. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഹുക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഓവറോൾ വണ്ടി കുഴപ്പമില്ല. അപ്പോൾ അതിന് എൻജിൻ സ്പെക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു 6500 RPM ഒരു 8 bhp പവർ കിട്ടും മാക്സിമം. 7.90 bhp പവറും ഒരു 9.5 Nm ടോർക്കും. അതാണ് ഇതിൻ്റെ മാക്സിമം പവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു പവർഫുൾ സാധനമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ട് പോകാം. അല്ലാണ്ട് കത്തിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ ഒരു സാധനമല്ല TVS ജൂപ്പിറ്റർ 110. അങ്ങനെയൊക്കെ നോക്കണവർക്ക് TVS തന്നെ നല്ല സാധനങ്ങളുണ്ട്. എൻടോർക്കൊക്കെ ഉണ്ട്. എൻടോർക്കൊക്കെ 150 ഒക്കെ അഗ്രസീവ് സാധനം പൊളിയാണ്, നല്ല ഓടിക്കാൻ പക്കയുണ്ട്. ഒരു വട്ടം ഓടിച്ചു നോക്കി. അപ്രിലിയുടെ ഒക്കെ ആ ഒരു ലെവൽ പെർഫോമൻസും ആ ഒരു കാറ്റഗറിയിലെ ഒരു വണ്ടി ആയതുകൊണ്ട് അടിപൊളി വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് ഡെയിലി നമുക്കൊരു കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡെയിലി വർക്കിനൊക്കെ പോയി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സ്കൂട്ടർ. ആ രീതിക്ക് മേടിക്കുന്നവർ മാത്രം മേടിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ, അല്ലാണ്ട് ഓവർ പ്രതീക്ഷിച്ച് ഇത് മേടിക്കരുത്. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞില്ലേ, ആവറേജ് ഒരു 50 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എനിക്ക് 54 കാണിക്കുന്നുണ്ട്, പക്ഷെ എത്രത്തോളം അറിയില്ല. അത് മൈലേജ് ടെസ്റ്റിന് നോക്കിയിട്ടില്ല. എന്തായാലും 2 സർവീസ് കഴിയട്ടെന്ന് വെച്ചിട്ടാണ്. എന്തായാലും മൈലേജ് ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. 50-55 അടുത്തൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം TVS 59 പറയുന്നത്, എത്രത്തോളം കിട്ടുന്നത് നമുക്ക് നോക്കാം. എന്തായാലും മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഭാവിയിൽ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും ഇനിയിപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റട്ടെ. ബ്രേക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ TVSൻ്റെ ഐഗോയുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഡിയോയിലേക്കും ഇതിന്ന് മാറിയുള്ളൊരു വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ഡിയോ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ എനിക്ക് അതിൻ്റെ ഫീൽ കിട്ടണമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് കുറേ ലെങ്ത് ആവുന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു യൂസർ റിവ്യൂ, ഇതിനിടയ്ക്ക് വേറെ ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഫീൽ ചെയ്തിട്ടില്ല. സർവീസ് സെൻറ്ററിൽ നിന്നുള്ള കുറച്ച് മോശമായ അനുഭവങ്ങളല്ലാണ്ട് വേറെ എനിക്ക് വേറെ ഒന്നും ഇതുമ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ആക്സറേറ്റ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിൽ ഈ സ്റ്റീൽ ഗാർഡ്, ഈ ഒരു സീറ്റ് കവർ, അതേപോലെ ഈ ഫ്ലോർ മാറ്റ്, അത്രയും കാര്യം. പിന്നെ ആക്സറി മിററല്ല, ഈ ഒരു ഇത് നമ്മുടെ സാരി ഗാർഡ് പോലത്തതല്ലേ, അതായത് ലേഡി ഫുഡ് സ്റ്റെപ്പ് എന്നൊക്കെ പറയും ഇത്. അപ്പോൾ ഇങ്ങനെയാണ് സാധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു യൂസർ എന്ന നിലയ്ക്ക് ഞാൻ ഹാപ്പിയാണ്, സാഡല്ല. നല്ല വണ്ടിയാണ്, ഞാൻ കണ്ണും പൂട്ടിയും പറയും. പിന്നെ നമ്മളൊക്കെ ഒരു വണ്ടി എടുക്കുന്ന നേരത്ത് 100 വട്ടം ആലോചിച്ചിട്ട് തലമണ്ണാക്കിയിട്ടാണ് വണ്ടി എടുക്കുക. കാരണം നമുക്ക് അങ്ങോട്ട് ഒന്നും പറ്റില്ല. ഇതിനെക്കുറിച്ച് വല്ലാണ്ട് അറിഞ്ഞു കഴിഞ്ഞാലും ഒന്നും അറിയില്ലെങ്കിലും വിഷയമാണ്. ഇടയിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനും ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TVS ജൂപ്പിറ്റർ എടുത്തു. ഇപ്പോൾ 2000 കിലോമീറ്റർ അടുത്താവാനായി. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സെറ്റാണ്. അത്യാവശ്യത്തിന് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ലേഡീസിനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ ഈ വണ്ടി. അല്ലാണ്ട് എന്താ പറയുക, ഇപ്പോൾ ആണുങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പവറും കാര്യങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല ഒരു 110 cc ഒരു 120 cc പവർ വണ്ടി കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കയറ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സഡൻ പിക്കപ്പൊക്കെ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആണെന്നല്ല പറയാം. പിന്നെ വല്ലാതെ ചവിട്ടി പൊളിച്ച് ഓടിച്ചിട്ടില്ല, പുതിയ വണ്ടി ആയതുകൊണ്ട്. ചെറിയൊരു റിവ്യൂ എന്നുള്ള രീതിക്ക് മാത്രം ചെയ്തതാണ്. ഇപ്പോൾ വലിയൊരു വീഡിയോ ആക്കാൻ മാത്രമുള്ള കണ്ടന്റ് ഒന്നുമില്ല, എന്നാലും യൂസർ റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണല്ലോ.
അപ്പോൾ ആ രീതിക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ വർക്കിൻ്റെ പ്രഷറും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടാണ് ഇപ്പോൾ തിരക്കാണ് കുറച്ച്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. കണ്ടൻസ് കിട്ടാത്തതുകൊണ്ടല്ല, നമുക്ക് സമയം കിട്ടാറില്ല. വീഡിയോ നമ്മൾ എടുക്കണമല്ലോ. നമ്മളിപ്പോൾ ഇതിനായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാത്രം ഫോക്കസ് ചെയ്യാം. വർക്കിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് നമ്മളൊരു പാഷൻ നിലയ്ക്കാണ് കൊണ്ടുനടക്കണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.